സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനെ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ. ഏ പാടുക നീ എന്നും മനമേ. നല്ല പ്രഭാതം ഏവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ ആശംസിക്കുന്നു. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധ നോമ്പിന്റെ ഈ കാലയളവിൽ പരിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ നോമ്പിന്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളായി ഉപവാസത്തെപ്പറ്റിയും പ്രാർത്ഥനയെപ്പറ്റിയും വർജനയെപ്പറ്റിയും ദാനധർമ്മത്തെപ്പറ്റിയും ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഓരോന്നിൻ്റെയും അനൽപമായ വിശദീകരണമാണ് എന്നാൽ കഴിയും വിധം ഞാൻ നൽകുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ക്രിസ്തയേശുവിൻ്റെ വചനം അനേകായിരങ്ങളിൽ എത്തിക്കുവാൻ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ഇന്ന് വചനം അനിവാര്യമാണ്. വിളവ് അധികം, വേലക്കാരോ ചുരുക്കം. ഈ ലോകം മുഴുവനും ക്രിസ്തയേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസംഗിക്കാൻ സാധിക്കുകയില്ല എന്ന് വരികിൽ പ്രസംഗിക്കുന്നവരെ അവരുടെ വചനം അനേകായിരങ്ങളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. പ്രതീക്ഷ വേണം എല്ലാ ദിവസവും. ഈ ദിവസം നമുക്ക് യേശുവിനോട് കൂടി ആരംഭിക്കാം. ഭയപ്പെടേണ്ട. ഇന്നത്തെ നിന്റെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ യേശു കൂടെ ഉണ്ടായിരിക്കും, എന്നേക്കും ഉണ്ടായിരിക്കും. എങ്കിലും അനുദിന ജീവിതത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി യേശു പറയുമ്പോൾ ഈ ഇന്നത്തെ ദിവസം നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യ സ്മരണയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കാം. നിങ്ങൾ ഏത് മേഖലയിലാണ് ജീവിക്കുന്നതെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിലും ഇടപെടുന്നതെങ്കിലും യേശു സാന്നിധ്യ സ്മരണയിൽ നിങ്ങൾ ജീവിതം നയിക്കുന്നെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ സഹായം, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ അനുഗ്രഹപ്രദമായി, സന്തോഷപ്രദമായി, നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിച്ച് പരിപാലിക്കും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. പരിശുദ്ധ നോമ്പിൽ പ്രാർത്ഥനയെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. പ്രാർത്ഥന ദൈവ മനുഷ്യ ബന്ധങ്ങളുടെ സമ്മേളനമാണ്. പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. യഥാതഥമായിട്ടുള്ള പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കും. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒന്നൊരു ഫരീസേനും മറ്റൊരാൾ ചുങ്കക്കാരൻ. ഫരീസേൻ ദേവാലയത്തിൽ ചെന്ന് സ്വയം നീതീകരിച്ച്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, അരുതയ്ക്കും തുളസിക്കും ദശാംശം കൊടുക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ, നിഷ്ഠയുടെ കാര്യങ്ങൾ, നിബന്ധനയുടെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിവർത്തിക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ വൻപ് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അഹംഭാവത്തിന്റെ പ്രാർത്ഥന. എന്നാൽ ഒരു മനുഷ്യൻ, വചനം പറയുന്നത്, ഈ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയില്ല. ദൈവം ഇവന്റെ പ്രാർത്ഥന കേട്ടില്ല. കാരണം ദൈവം നുറുങ്ങിയ ഹൃദയത്തെയാണ് ആഗ്രഹിക്കുന്നത്. 51 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. എന്നാൽ നുറുങ്ങിയ ഹൃദയത്തോടെ ദേവാലയത്തിന്റെ പിൻഭാഗത്ത് മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടൊരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു ചുങ്കക്കാരൻ. അവൻ പറയുന്നു, ഞാൻ പാപിയാണ്, ഞാൻ മഹാപാപിയാണ്, ദൈവമേ എൻ്റെ മേൽ കനിയണമേ.
ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉയർത്തും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താണനിലത്തെ നീരോടൂ, അവിടെ മാത്രമേ ദൈവം തുണ ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.